വിജയ് ദേവർകൊണ്ടയുടെ കിങ്ഡം മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ദുബായിലെ ഏറ്റവും ചെറിയ തിയേറ്റർ വോക്സ് എന്നാണ് കണ്ടത്. സ്ക്രീനൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നുണ്ട്, തൊടാൻ പറ്റുന്ന ദൂരത്തിൽ. എൻ്റെ പൊന്നെ, നാട്ടിലൊക്കെ ലക്ഷറി ആയിട്ട് അത് വെച്ച് നോക്കുമ്പോൾ വോക്സ് പറ്റ ചെറുതായി പോയി. കുഴപ്പമില്ല, എന്നാലും പടം വലിയ ബോറില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫ്ലോയിൽ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ വിജയ് ദേവർകൊണ്ട, ഭാഗ്യശ്രീ, പിന്നെ ബോർസെ, എന്തൊരു പേരാണ്, സത്യദേവ്, അങ്ങനെ കുറച്ച് പേരൊക്കെ അഭിനയിച്ചൊരു പടമാണ്. പിന്നെ നമ്മുടെ ചെക്കൻ വെങ്കി ഒരു രക്ഷയില്ല. വെങ്കിനെ പറയാതെ ഈ ഒരു റിവ്യൂ തുടങ്ങാൻ പറ്റില്ല. വെങ്കിയുടെ സ്പീച്ച് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ സ്പീച്ചിൻ്റെ വൈറൽ എലമെൻറ്റിനോടൊപ്പം ഇതിലെ പെർഫോമൻസ് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് വെങ്കി മാൻ, യു നെയിൽഡ് ഇറ്റ്. ഒരു രക്ഷയില്ല, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു രക്ഷയില്ലാതെ, കാരണം ഇടയ്ക്ക് തമിഴ്, ഇടയ്ക്ക് തെലുങ്ക്. ഞാൻ തെലുങ്കാണ് കണ്ടെങ്കിലും. അപ്പോൾ ഈ തമിഴും തെലുങ്കും ശ്രീലങ്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്ററിൻ്റെ മകനായിട്ടാണ് വെങ്കി അഭിനയിച്ചിട്ടുള്ളത്. ഗാങ്സ്റ്റർ നമ്മുടെ ബാബുരാജാണ്. അപ്പോൾ ആ ഡബ് ചെയ്ത സമയത്തൊക്കെ അത് മിക്സ് ചെയ്തൊരു പരിപാടി. ഇപ്പോൾ തമിഴും മലയാളം മിക്സ് ചെയ്യാൻ പറഞ്ഞാൽ മലയാളി ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. ഇത് മലയാളി പോയിട്ട് തെലുങ്കിൽ അഭിനയിക്കുക, എന്നിട്ട് ആ തെലുങ്കിൽ തമിഴ് മിക്സ് ചെയ്തിട്ട് സംസാരിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് പരിപാടിയാണ്. വെൽ ഹാൻഡിൽഡ്, ഒരു രക്ഷയില്ല, നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടത്. അപ്പോൾ പടത്തിൻ്റെ കുറേ കാര്യങ്ങളിലേക്ക് വരാം. ഡയറക്ടർ ഗൗതം തിന്നനൂരി. എൻ്റെ പൊന്നെ, ഗൗതം എന്ന് വിളിച്ചാൽ മതി. ഇങ്ങനെ തന്നെയാണ് റൈറ്റിങ്ങും. ഇത് നമ്മൾ കണ്ട ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ കങ്കുവ പറയാൻ ശ്രമിച്ചത്, ദേവര പറയാൻ ശ്രമിച്ചത്, അങ്ങനത്തെ ഒരു പറയാൻ ശ്രമിച്ചൊരു സാധനം ഉണ്ടല്ലോ, ഈ രാജാവ്, ഒരു പഴയ ക്ലാൻ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു പരിപാടിയിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. ഈ പറഞ്ഞ എന്താ പറയുക, സായിപ്പന്മാരുടെ ഇൻവേഷൻ, അവർ ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്ത് വരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗോത്രവർഗത്തിനിടയിലേക്ക് ഇടിച്ചു കയറി പോവുകയാണ് അവർ. അങ്ങനെ അവിടുന്ന് തുടങ്ങുന്നൊരു കഥ. പിന്നെ ഈ കഥ വന്ന് നിൽക്കുന്നത് 1991. ഓക്കെ, 1991 കഥ വന്ന് നിൽക്കുന്നു. ആൻഡ് അഗെയിൻ പടത്തിൻ്റെ മുകളിലൊരു ഡ്രഗ് കാർട്ടൽ, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ ഇൻസിഡൻസ്. ഇതിലെ പാസം വർക്കൗട്ട് ആയതാണ് സത്യത്തിൽ ഈ പടത്തിൻ്റെ വലിയൊരു പോസിറ്റീവ് എന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കങ്കുവ പോലെ ദേവര പോലെയൊക്കെ ഒരുമാതിരി നമുക്ക് എന്തെന്നാടേന്ന് ചോദിച്ചു പോകേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ ഇതിനൊരു ബാലൻസ് ഉണ്ട് ഈ പടത്തിന്. അതായത് ഒരു സ്പൈ സാധനം ഇതിനകത്തുണ്ട്. ഓക്കെ, ഈ ഒരു സ്പൈ ഐറ്റം അതിപ്പോൾ കുറേ ആയിട്ട് കളിക്കുന്നൊരു സാധനമാണല്ലോ, സ്പൈ ജോണർ. ആ സാധനം ഇതിനകത്ത് പിടിച്ചിട്ട് ഈ പഴയ ആ രാജാവ് പഴയ കാലഘട്ടം എലമെൻറ്റിലേക്ക് കൊണ്ടുപോയി അത് രണ്ടുകൂടി കണക്റ്റാക്കിയത് ഡയറക്ടർ നല്ല പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി ഈ പടം നല്ല കിടിലൻ വർക്കാണ്, രക്ഷയില്ല. കാരണം ചില ഫ്രെയിമുകളും ചില എഡിറ്റ്സൊക്കെ, ഈ ചില സീനുകളൊക്കെ മാറുന്നതൊക്കെ അതൊക്കെ ഭയങ്കര ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആ കളർ കോമ്പിനേഷൻ പടത്തിൻ്റെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര വർക്കായി. ഇതിലെനിക്ക് ഭയങ്കര വർക്കാവാത്തൊരൊറ്റ കാര്യമുള്ളൂ, അത് വിജയ് ദേവർകൊണ്ടയുടെ ആക്ടിങ് ആണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ തകർത്ത് അഭിനയിക്കുമ്പോൾ അവരെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, ആ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ അഭിനയം ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്തൊരു ഐറ്റമായി പോയി. പക്ഷെ സ്റ്റിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കണ്ടു പറഞ്ഞത്, അല്ലെങ്കിൽ കണ്ട് ശീലിച്ച കഥയാണ്. രാമു, മറ്റേ എന്താ പറയുക, എടി അതിന് വരുന്നത് രാമു, പിന്നെ അത് ഏട്ടൻ്റെ പേര് ശിവ. ശിവ സൂര്യാണ് ഇതില്. മലയാളത്തിൽ പണ്ട് പ്രേം നസീറും നമ്മളെ ജയനും. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് വീണ് കിടന്നവൻ അടിക്കരുത്, ഇതാണ് ഐറ്റം. അപ്പോൾ ആ സാധനം കണ്ടു പറഞ്ഞതാണെങ്കിലും, എന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിട്ട ഐറ്റാണെങ്കിലും സംഗതി ഇത് എടുത്തു വെച്ച രീതിക്ക് ഇത് ഫ്രഷ് ആയിട്ട് തോന്നി. ഓക്കെ, ആ ഒരു ഫീല് തന്നു ഇതിനകത്തേക്ക്. ആ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് അനിരുദ്ധാണ്. അനിയുടെ മ്യൂസിക്, ഗോട്ട് ചെങ്ങായി വെച്ച കുറേ ബാക്ക്ഗ്രൗണ്ട് BGM-ഉം ഒരു സീൻ എലവേറ്റ് ചെയ്യുന്ന സംഗതികളൊക്കെ ഉണ്ട് ഇയാളത്. അതാണ്, അതായത് വിജയ് ദേവർകൊണ്ടേൻ്റെ ലുക്കോ മാസോ സ്വാഗോ അല്ലെങ്കിൽ അയാളുടെ അഭിനയമോ അല്ല, പക്ഷെ വിജയ് ദേവർകൊണ്ടേക്ക് ഇവൻ വെച്ച കുറേ BGMs ഉണ്ട്. അത് ദരരേ രാരേ രാരേ, ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും ഹിറ്റ് ചെയ്യുമോ ആ സാധനം. എന്നാൽ ഫ്രെയിമിൽ നോക്കുമ്പോൾ ഈ ചെങ്ങായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ഫീലിങ്ങിലായിരിക്കും ഈ സാധനം കയറി വരുന്നത്. പിന്നെ ആ കഥയുടെ ഫ്ലോ നന്നായതുകൊണ്ടും ബാക്കിയുള്ളവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒപ്പമുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വിജയ് ദേവർകൊണ്ട അങ്ങനെ മുഴച്ച് നിൽക്കാതെ
ഇടയിൽ കൂടി ഒളിച്ച് കിടന്നു. ഓക്കെ, അപ്പോൾ അനിയാണ് പടം കൊണ്ടുപോയത് അനിരുദ്ധാണ്. അങ്ങനെ ഒരു ഗോത്രവർഗത്തിൽ നിന്ന് കഥ ഷിഫ്റ്റായി 1991 ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലേക്ക് വിജയ് ദേവർകൊണ്ടയുടെ ക്യാരക്ടർ വരുന്നു. ഏട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെയൊക്കെ റീസൺ നിങ്ങൾ സിനിമ കാണണം. ഏട്ടനെ കണ്ടുപിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അതിലൊരു സ്പൈ എലമെൻറ്റ് കൊണ്ടുവന്നിടുന്നു. അതും നിങ്ങൾ തിയേറ്ററിൽ പോയിക്കൊണ്ട് ആ സ്പൈ എലമെൻറ്റ് എന്തിനാണ് കൊണ്ടുവന്നിടണേ ഏട്ടനെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ എന്നുള്ളത്. ആൻഡ് വീണ്ടും ഒരു ലൂപ്പ് പോലെ ഇത് തിരിഞ്ഞ് ഈ ഗോത്രവർഗം പരിപാടിയിൽ തന്നെ എത്തുന്നു. അങ്ങനെ ആ ഗോത്രവർഗം പരിപാടി, പിന്നെ ബാക്കി ആ സിനിമയിൽ ഏട്ടൻ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു, ഇവൻ എങ്ങനെ എന്തായി എന്നുള്ളത്. ഈ വിജയ് ദേവർകൊണ്ടേൻ്റെ ക്യാരക്ടർ പടം തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഗോത്രവർഗമായിട്ട് എങ്ങനെ കണക്റ്റ് ആയി നോക്കി. ഇതാണ് ആ പടത്തിൻ്റെ ഒരു മെയിൻ പ്ലോട്ട്. ഓക്കെ, അപ്പം അങ്ങനെ എന്താ പറയുക, ഒരു നല്ല പെർഫോമൻസുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെങ്കി എനിക്ക് വെങ്കിയാണ്. ഞാൻ ഈ പടം കാണുന്നത്, ഞാൻ വിജയ് ദേവർകൊണ്ടേൻ്റെ 1-2 അടുത്തുണ്ടായിരുന്ന ആറ്റം ബോംബുകൾ കണ്ടിട്ട് ഇനി പടത്തിനെ കയറില്ല ഇവൻ്റെ എന്ന് വിചാരിച്ചത്. പക്ഷെ OTT വന്നാൽ പോലും ഇവൻ്റെ പടം തുറന്ന് കാണില്ല എന്ന് വിചാരിച്ച ഞാൻ ഈ പടത്തിന് പോകാൻ തന്നെ കാരണം വെങ്കീൻ്റെ ആ സ്റ്റേജിൽ നിന്നുള്ള ഐറ്റമാണ്. ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിനെ മാത്രം ഇവൻ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയപ്പോണ്ടല്ലോ കിടുക്കി കളഞ്ഞു, തമർത്ത് കളഞ്ഞു. കാരണം വെങ്കീൻ്റെ ഇൻട്രോ മുതൽ വെങ്കീൻ്റെ ഓരോ സീനും ഉണ്ടല്ലോ, ചെങ്ങായി വേറെ സ്വാഗ് കൊടുന്നു ഇതിനകത്തേക്ക്. ആ വൈറ്റ് ഡ്രസ്സാണെങ്കിലും ചോരയെ കുളിച്ച് നിൽക്കുന്ന സീൻ, ബ്ലഡ് ബാത്തൊക്കെ ഉണ്ട് ഈ സീനിനകത്ത് വെങ്കിക്ക്. അതൊക്കെ ഉണ്ടല്ലോ എനിക്ക് എവിടേക്കോ ഒരു സൂര്യ ടച്ച് അല്ലേ, ഒരു റോളാക്സ് ഒരു സാധനം കിട്ടിയ പോലത്തെ ഒരു ഐറ്റൊക്കെ ഉണ്ടായിരുന്നു. പ്രഭാസ് ലുക്ക് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ആശാൻ്റെ ഇതിൽ പണി അറിയാം, അത് നമുക്കും അറിയാം പണി അറിയാന്നുള്ളത്. കാരണം ആ ഷോന് വരുന്നതിന് ഞാൻ പറഞ്ഞു, നായികനിൽ അത്യാവശ്യം നല്ല പണിയെടുത്ത ഒരാളാണ്. സോ വെങ്കിക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിലാണ് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തല്ലേ, മലയാളത്തിലാണ് കിട്ടാത്തത്. 4ാമത്തെ സിനിമ 5ാം സിനിമ. പിന്നെ 9 വർഷത്തിന് ശേഷം എന്നാണ് വെങ്കി പറഞ്ഞത് ഇത് ഭയങ്കര ഒരു ഓപ്പണിംഗ് ആവും. അതെ, ഭയങ്കര ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പണിംഗ് ആയിരിക്കും ഇത് വെങ്കിന് എന്നുള്ള കാര്യം പറയാനുള്ളത്. എല്ലാം കൊണ്ടും വെങ്കി സ്കോർഡ്. വെങ്കി ഓരോ ഇപ്പോൾ ആരാ ഓപ്പോസിറ്റ് വിജയ് ദേവർകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് കുറേ നോർത്ത് ബെൽറ്റിക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മാസീവ് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സൂപ്പർ ഡൂപ്പർ സ്റ്റാറാണ്. അയാളുടെ മുന്നിൽ വെങ്കി പോയി നിന്നിട്ട് വെങ്കി അയാളെ ഔട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയി വെങ്കീൻ്റെ ആക്ടിങ്ങിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, വെങ്കിയുടെ സീൻസ് ആയിരുന്നു മെയിൻ. അതായിരുന്നു നമുക്കൊരു ഒരു സാധനം തന്നെ വെങ്കിയുടെ സീൻസ് ആയിരുന്നു. സോ മൊത്തത്തിൽ നല്ലൊരു പടം. പിന്നെ കുറേ ഈ ശ്രീലങ്ക അങ്ങനത്തെ കുറേ ഐറ്റമൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നല്ല വിഷ്വൽസ് ആയിരുന്നു. നല്ല പൈസ മുടക്കി എടുത്ത പടത്തിൻ്റെ ക്വാളിറ്റി പടത്തിൻ്റെ മേക്കിങ്ങിൽ കാണാണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് കിങ്ഡം ഫോർ മീ. എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയില്ല ഞാൻ. എനിക്ക് കിങ്ഡം എന്ന് പറഞ്ഞ പടം ഒരു ആവറേജ് ഫീലാണ് തന്നിട്ടുള്ളത്. അതായത് ലാസ്റ്റിലേക്ക് പോയപ്പോൾ പടത്തിന്റെ ക്ലൈമാക്സ് ഭാഗത്തേക്ക് പോയപ്പോൾ റാപ്പപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ റിയൽ ലൈഫ് ആയിപ്പോയി. അതുവരെ നമുക്കൊരു എന്താ പറയുക ചെറിയൊരു ഓക്കെ ഒരു കുറച്ചൊരു റിയാലിറ്റിയായിട്ട് ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ തന്നിട്ട് ടുവേർഡ്സ് എൻഡിൽ പടം കൊണ്ടുപോയപ്പോൾ വിജയ് ദേവർകൊണ്ടേനെ മാസാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പടം ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് സാധനത്തിലേക്ക് കുറച്ചൊരു ക്രിഞ്ച് ഡയലോഗും പിന്നെ ഈ വിജയ് ദേവർകൊണ്ടേനെ ഇങ്ങോട്ട് ഒരു മാസീവ് ഹീറോ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലാർജർ ദാൻ റിയൽ ലൈഫ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വെട്ടുന്നു, കുത്തുകൊള്ളുന്നു, നടക്കുന്നു, എന്നാലും കുഴപ്പമില്ല പോകുന്നു. പിന്നെ കുറേ കരച്ചിൽ എല്ലാം മിക്സാക്കി കൊടുക്കണമല്ലോ അവിടെ ആ നടൻ്റെ ബ്രാൻഡിന്. അതിന് വേണ്ടിയിട്ട് ഈ പടത്തിൻ്റെ ടുവേർഡ്സ് ക്ലൈമാക്സ് കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡയറക്ടർ. അങ്ങേര് തന്നെയാണ് റൈറ്റർ. അല്ലാത്ത പക്ഷം ഈ പടം അങ്ങേർക്കുള്ള പടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആ നടന് വേണ്ടിയാണ് പടം എടുത്ത പോലെയല്ല, ടുവേർഡ്സ് ക്ലൈമാക്സിന് മാത്രമാണ് നടന് വേണ്ടി പണി വെച്ചത്. അതെ, സീക്വലിന്റെ ഒരു ബേസും ഉണ്ടാക്കിയിട്ടുണ്ട് പടം. അതെ, അതാണ് മെയിൻ. വിജയ് ദേവർകൊണ്ടേനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സാധനം പടത്തിന്റെ ഒരു ക്ലൈമാക്സ് എത്തുന്നത് വരെ ഇല്ല. അതാണ് ഈ പടത്തിന്റെ മെയിൻ. സാധാരണ നമ്മൾ എന്താ കാണുക, ഒരു മെയിൻ നടന്, ഒരു വലിയ ലീഡ് നടന് അതിനുവേണ്ടി പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, എഴുതി വെച്ചിട്ട് അങ്ങോട്ട് എടുത്തു വെക്കും. ഈ പടത്തിൽ അതില്ലാത്തത് ഒരു ഭയങ്കര സമയം. ഇനി ഒന്ന് കങ്കുവയിലാണെങ്കിൽ ദേവരയിലൊക്കെ ആണെങ്കിൽ അതാണ് പറ്റിപ്പോയത്. ആ മെയിൻ നടനെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതി കൂട്ടുകയാണ്. ഇവിടെ അതല്ല. ഇപ്പം വിജയ് ദേവർകൊണ്ട സീനിൽ ഇല്ലാത്തപ്പോൾ പോലും ബാക്കിയുള്ള ഈ ഏട്ടൻ സെറ്റപ്പും ബാക്കി പരിപാടികളൊക്കെ വെച്ചിട്ടൊക്കെ ഈ വെങ്കിൻ്റെ സീനൊക്കെ വെച്ച് സംഗതി വർക്കാം. അപ്പം തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഈ പടത്തിൽ എനിക്ക് ഒരു വളിപ്പ് തോന്നിയത് വിജയ് ദേവർകൊണ്ടയുടെ അഭിനയം മാത്രമാണ്. അത് നല്ല രീതിയിൽ എന്താ ഇത് മാസ്ക് ചെയ്ത് കവർ ചെയ്യാൻ ബാക്കിയുള്ള സീൻസും അനിയുടെ BGM-ഉം മൊത്തത്തിലുള്ള ബാക്കിയുള്ളവരുടെ പെർഫോമൻസും കഥയുടെ ഒരു എലമെൻറ്റും വെച്ചിട്ട്
ഡയറക്ടർക്ക് പറ്റി എന്നുള്ളത് അയാൾ അടിച്ച്. ഇനിയിപ്പോൾ വിജയ് ദേവർകൊണ്ട ഫാൻസ് ആഘോഷിച്ചോ കുഴപ്പമില്ല, ഒരു ഹിറ്റ് കിട്ടിയാണല്ലോ കുറേ കാലത്തിന് ശേഷം. ആഘോഷിക്കാം.